കുട്ടികളുടെ മുമ്പിൽ ദാമ്പത്യ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതും പരസ്പരം കുറ്റം പറയുന്നതും അവരെ മാനസികമായി ഒരുപാട് തളർത്തിയേക്കാം. ഫാമിലി എന്നുള്ളത് അവരുടെ സംരക്ഷണത്തിനായിട്ടുള്ള ഒരു സ്ഥലമല്ല എന്ന തോന്നൽ ഉണ്ടാക്കുന്നതിനും റിലേഷൻഷിപ്പിൽ വരെ ട്രസ്റ്റ് ഇഷ്യൂസ് ഡെവലപ്പ് ചെയ്യാനും പൊതുവെ ഫാമിലി എന്ന കൺസെപ്റ്റിനോടുള്ള അബോഷൻ ഉണ്ടാക്കാനും ഒക്കെ ഇത് കാരണമായേക്കാം. പലപ്പോഴും മാതാപിതാക്കളുടെ വഴക്കുകൾ കാരണം കുട്ടികൾക്ക് ഞങ്ങൾ പറയുന്നത് കേൾക്കാൻ ആരുമില്ല എന്നൊരു തോന്നലിലേക്ക് എത്താനും ലോൺലിനെസ് എന്ന ഫീലിംഗിലേക്കൊക്കെ ഇത് കൊണ്ടെത്തിക്കാറുണ്ട്. ദമ്പതികൾ തമ്മിൽ പരസ്പരം കുറ്റം പറയുമ്പോൾ കുട്ടികൾ ഏതെങ്കിലും ഒരു രക്ഷിതാവിനെ അനുകൂലിക്കാനും മറ്റൊരാളെ എതിർക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവാറുണ്ട്. പൊതുവെ ഇത് പലതരത്തിലുള്ള വൈരാഗ്യത്തിലേക്കും അവരുമായിട്ടുള്ള ഒരു വഴക്കിലേക്കൊക്കെ എത്താൻ ചാൻസ് കൂടുതലാണ്. കുട്ടിക്കാലത്ത് ഇവരനുഭവിക്കുന്ന ഇത്തരം നെഗറ്റീവ് സംഭവങ്ങള് അവരുടെ റിലേഷൻഷിപ്സിനെ ട്രസ്റ്റ് ഇഷ്യൂസ് ഡെവലപ്പ് ചെയ്യാനും ഒരു പ്രശ്നം വന്നാൽ ശരിയായ പ്രശ്ന പരിഹാര മാർഗങ്ങൾ സ്വീകരിക്കുന്നതിന് പകരം അതിൽ നിന്ന് ഒളിച്ചോടാനുള്ള ഒരു ടെൻഡൻസി ഡെവലപ്പ് ചെയ്യുന്നതിനും ഒക്കെ എത്തിച്ചേരാറുണ്ട്. ഇത്തരത്തിൽ വളരുന്ന കുട്ടികൾക്ക് പൊതുവെ മാനസികപരമായിട്ട് ആൻസൈറ്റി, ഡിപ്രഷൻ, ലോൺലിനെസ്, സോഷ്യൽ ഐസൊലേഷൻ എന്നിങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയേക്കാം. ദമ്പതികൾക്കിടയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ പൊതുവെ അവരുടെ സാന്നിധ്യം ഒഴിവാക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവരെ സംരക്ഷിതമായി നിലനിർത്തുകയും ആത്മവിശ്വാസം വളർത്തിയെടുക്കാൻ ഹെൽപ്പ് ചെയ്യേണ്ടത് കൂടെയുണ്ട്. ദാമ്പത്യ ജീവിതത്തിലെ കുറവുകൾ പറയുന്നതോടൊപ്പം തന്നെ ആ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കുണ്ടാവുന്ന പോസിറ്റീവ്സ് കൂടെ മക്കളോട് പറയേണ്ടത് അത്യാവശ്യമായ ഘടകമാണ്.